പെട്ടെന്ന് ഇരുട്ടുമല്ലേടോ? പിന്നെ കാരണം ഒരു 6 മണി വരെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ അവിടെ ബീച്ചല്ല കാണുന്നത്? ബീച്ചാ. ഇവിടെ നമ്മുടെ പാർക്കൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ല, പാർക്ക് ഉണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോഴും? പാച്ച് വർക്ക് ആണല്ലോ ബൈപ്പാസിൽ ഇപ്പൊ. അതെന്താ സൈഡ് ഡിവൈഡർ പൊളിഞ്ഞിരിക്കുന്നത്? വല്ലതും ഇടിച്ച് താഴെ പോയാ? അവിടെ അങ്ങനെ ഓപ്പണിംഗ്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്യപാനി ദ ഡ്രങ്കഡിന്റെ പുതിയ എറണാകുളം വെള്ളവടി സീരീസ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുറെ നാളായാലും നമ്മൾ കൊച്ചിക്ക് പോയിട്ട് കൊച്ചി നമ്മളെ വല്ലാതെ അങ്ങ് മിസ്സായി പോയി. അതെ, ഞങ്ങൾ കൊച്ചി മിസ്സാവുന്നത് പോലെ തന്നെ കൊച്ചി ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലെ പല പല ബാറുകൾ ഞങ്ങളുടെ വരവിനായി കാതോർത്തിരിക്കുകയാണ് കേട്ടോ. കണ്ണിൽ എണ്ണയൊഴിച്ച് അല്ല, കണ്ണിൽ എണ്ണയല്ല, ഗ്ലാസിൽ മദ്യവും ഒഴിച്ച് നമ്മളെയും കാത്തിരിക്കുകയാണ്. സോ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വി ആർ കമ്മിങ് ടു കൊച്ചി വൺസ് അഗൈൻ. നമ്മുടെ ഡൊമൈൻ, നമ്മുടെ ടെറിട്ടറി അല്ലെ, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. സോ വി ആർ കമ്മിങ് ബാക്ക് ടു കൊച്ചി. That's why we belong actually. അപ്പോൾ നമുക്ക് അങ്ങ് പോയാലോ? Yeah, let's go. Okay guys, it's time to move on. അതെ, move on അല്ല, get going to our territory. താങ്കൾ റെഡിയാണോ മിസ്റ്റർ ഡ്രാഗൺജി? എപ്പോഴേ റെഡിയാണെന്നല്ലേ? അതെ, സോ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. That's what we do. ഗായ്സ്, ഒരു രക്ഷയില്ല ഗായ്സ്, ഒടുക്കത്തെ ബ്ലോക്കാണ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒന്നാമത് തന്നെ ഈ റോഡ് പണിയുടെ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഇപ്പൊ ചെറുതാണ് അല്ലേടോ? അതെ, പക്ഷേ അതിനോടുള്ളൊരു നീക്കമില്ല ഇപ്പൊ. വണ്ടി ഇഴഞ്ഞാൽ മതി. എന്തിനാണ് ഇത്ര ടഫ്? നമ്മുടെ കഴിഞ്ഞ കൊച്ചി ട്രിപ്പിൽ നമ്മൾ അതിവേഗ പാതയിലൂടെ പോകുന്നത് പോലെയായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മൾ എത്തിയല്ലേടോ. നമ്മളൊരു 6:10 സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് എത്തി. കാരണം നമുക്ക് എല്ലാം അനുകൂലമായിരുന്നു. ട്രാഫിക് സിഗ്നലാണേലും എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം വിപരീതമാണ്, പ്രതികൂലം എന്ന് വേണമെങ്കിൽ പറയാനുണ്ട്. നമുക്ക് ഇന്ന് നല്ല താങ്ങാണ് താങ്ങി കിട്ടിയിരിക്കുന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ബ്ലോക്ക്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് 8:30 കഴിയും ഇന്ന് എന്തായാലും നമ്മുടെ എറണാകുളം എത്തിച്ചേരാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. വരുന്നിടത്ത് വെച്ച് വരട്ടെ അല്ലേടോ? നമ്മളെ തോൽപ്പിക്കാൻ എത്ര മണിയുണ്ടോ? 9 ആണോ 9:30 ആണോ? 9 മണി വരെ ഉള്ളു ഇപ്പോഴും. ഈ പന്ന ബസ് തായും കൂടെ എടുക്കും. ഒരു അവസരം കിട്ടിയപ്പോ അവൻ ഇങ്ങോട്ട് നീക്കി പന്ന ചാമ്പിക്കോ. കൊള്ളാം. എന്തിനാണ് ധൃതി പിടിച്ചെടുത്തത്? അതിനേക്കാളും വലിയ പാതാള കേതുവിന്റെ മുമ്പിലാണല്ലോ പുറയിലാണല്ലോ എത്തിയത് ടാങ്കർ. അപ്പൊ ഗായ്സ്, എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. പാതാള കേതുവിന് ഓവർടേക്കിന് ഒരു ചാൻസ് കിട്ടി, പക്ഷെ അത് നഷ്ടമായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്തായാലും വെപ്രാളൊന്നും പിടിക്കണ്ട. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ബാറിലാണെങ്കിലും പോയി സാധനം മേടിക്കും. കാരണം രാത്രി എന്തായാലും ബാറിൽ പോയി ഷൂട്ട് ചെയ്യൽ ഒരു തരത്തിലും നടക്കത്തില്ല. കാരണം എന്തായാലും ബാറിൽ പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാലും സകലമാന ആൾക്കാരും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറിൽ നൈറ്റ് ടൈം ഷൂട്ടിംഗ് എന്തായാലും പോസിബിൾ അല്ല. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ബിവറേജ് അടച്ച് പോയാൽ നമ്മൾ ബാറിൽ പോയി കുപ്പി മേടിച്ച് കുപ്പിക്കകത്ത് സാധനം ആക്കിക്കൊണ്ട് നമ്മൾ വരും. അല്ലാതെ വേറൊരു പരിപാടിയില്ല. അല്ലോ ഇറങ്ങും ചെയ്യും. യെസ്, അപ്പൊ നമ്മുടെ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ എന്തായാലും കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്നാലും കണ്ടിന്യൂ ചെയ്യാം. സ്റ്റേ ട്യൂൺ ഗായ്സ്. ഓക്കേ ഗായ്സ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ കൊച്ചി എത്തിയിരിക്കുകയാണ് മക്കളെ. സോ വെൽക്കം ബാക്ക് ടു കൊച്ചി. ദാ കാണ്, ഇങ്ങോട്ട് കേറുമ്പോ തന്നെ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് വരുന്നത്. അല്ല മിസ്റ്റർ ഡ്രാഗൺ? പിന്നല്ലേ, പോസിറ്റീവ് എനർജി അല്ല, ഒരു മദ്യ എനർജിയാണ് നമുക്ക് വരുന്നത്. ഗൈസ്, ആക്ച്വലി നമ്മൾ ഇന്ന് 3 സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം
മൂന്നും ഒരേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട റൂംസ് ആണ്. 2 ഓയോ റൂംസും പിന്നെ ഒരു ഹോട്ടലുമാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നിയ ഓയോ റൂമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആക്ച്വലി. അപ്പോൾ അവിടെ ചെന്ന് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ എന്താണെങ്കിലും. അല്ലെങ്കിൽ ബാക്കി 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സമയം പരിമിതമാണ്. കാരണം ഇപ്പൊ തന്നെ 7:27 ആയുള്ളൂ. നമ്മള് താമസിച്ചു, ബ്ലോക്ക് ആയിരുന്നു ഒരു പക്ഷേ കുറെ നേരം. പക്ഷെ എന്നിരുന്നാലും നമ്മള് പിന്നീട് അങ്ങോട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റി? ഓ, വെള്ള ടാങ്കറാണ്. അവിടെ റിവേഴ്സ് എടുക്കാൻ പോകുന്നു കേട്ടോ. ഇതെന്തോടാ ബിൽഡിങ്ങിന്? എന്തോടാ ഫ്ലാറ്റ് ആണോ? അവിടത്തേക്കുള്ള കുടിവെള്ളമായിരിക്കും. ഓക്കെ, നമുക്ക് അത്രയും ധൃതിയില്ല. കുടിവെള്ളം എപ്പോഴും അമൃതാണ്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോകുന്നതും എല്ലാം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊന്നുമല്ല നമ്മളെ വിഷയപ്പെടുത്തുണ്ടായാലും നമ്മൾ എന്തായാലും കൊച്ചി എത്തി. അപ്പോൾ നമ്മൾ ബാക്ക് ടോപ്പിക് നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് 3 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. അത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയ വെലോസിറ്റി ബാറിന്റെ തൊട്ടപ്പുറം തൊട്ടയൽവക്കം എന്നൊക്കെയാണ് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഫസ്റ്റ് ഓയോ റൂം സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നിരുന്നാലും ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുക. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. അതെ, ഇപ്പുറത്തോട്ട് എടുക്കുന്നതാണ് സേഫ്. അതെ, ഞാൻ ഓർത്തില്ല, പക്ഷെ ഡ്രാഗൺ ഓർത്തു. അങ്ങോട്ടുള്ള ഇൻഡിക്കേഷൻ ഉണ്ടാകാം, നമ്മൾ അതിന്റെ മുമ്പിൽ പെട്ടും പോകാം. സ്ഥിരം വരുന്നതല്ലേ? അതെ, സ്ഥിരം പരിപാടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോ പോകും, നമുക്ക് 3ാമതൊരു ലൈൻ നമ്മൾ ഉണ്ടാക്കി അല്ലെ, നടുക്ക്. അപ്പൊ അപ്പുറത്ത് ഒരു 4 വീലർ അല്ല, ഒരു 4 വീൽ ഡ്രൈവ് ജീപ്പ് വരുന്നുണ്ട്. ഗൈസ്, എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല, നല്ല 1-ാം തരം ബ്ലോക്കാണ്. കണ്ടില്ല, ചെറിയ മൂവ്മെന്റ് വെക്കുന്നുണ്ട്. അതാണ് എന്തെങ്കിലും ഒരു പണി എവിടുന്നെങ്കിലും ഏതെങ്കിലും വഴിക്ക് നമുക്ക് പോയി. അതങ്ങനെയാണ് അതിന്റെ ഒരു ശാസ്ത്രം. പിടിച്ച് എന്തായാലും സിഗ്നൽ വീണു. മിക്കവാറും നമ്മുടെ മുമ്പിൽ എത്തുമ്പോ ഒരു ബാറ്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറയാം, നമ്മുടെ ദൃഷ്ടി പതിയുന്നത് ബാറിലായിരിക്കും. അതെന്താണെന്ന് അറിയത്തില്ല. എവിടെ ബാറുകളുടെ സംസ്ഥാന സമ്മേളനമാണോ ഇവിടെ? വീണ്ടും ഇവിടെ കൊണ്ടുവന്നു വിചാരിച്ചു. ശ്രദ്ധിച്ചിട്ട് ബാറ് നോക്കി വന്ന അവസാനം ഇങ്ങനെ അതങ്ങനെ താഴെ പോയി. ഇത്രയും പന്നകൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നോ? ആരുമില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ വാല പിടിച്ചിട്ട് നമ്മൾ നടുക്കാണ്. നമ്മൾ ഓർക്കേ അങ്ങോട്ട് ആയിരിക്കത്തില്ല, ഫുൾ ബ്ലോക്ക് ആയിരിക്കും. ഇനി അടുത്ത ബ്ലോക്ക് നേരെ കാണുന്ന സ്ഥലത്താണ്. നേരെ അല്ല, അതിന്റെ അപ്പുറത്ത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് തരുന്ന ഒരു സ്ഥലമാണ്. അറിയാലോ കുഴപ്പമില്ല. നമ്മൾ അല്ല ആയിട്ടില്ല. അതേപ്പോ അടുത്ത സിഗ്നലിൽ വീണ് കഴിഞ്ഞു. മലയാള മനോരമ ജംഗ്ഷൻ അല്ലെങ്കിൽ മനോരമ ജംഗ്ഷൻ നമുക്ക് പറയാം. മംഗളൂരു ബോംബ് സ്ഫോടനം കേസ് NIA ഏറ്റെടുത്തോളൂ അല്ലേ? വേറെ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലോ. ഞങ്ങൾ അന്ന് വന്നപ്പോ ഇവിടെ സ്റ്റേ ചെയ്തത് ഹോട്ടൽ ക്രൗൺ സീഡ്സ് എന്ന് പറയും. നല്ലൊരു സ്ഥലമാണ്, നല്ല വ്യൂ ആയിരുന്നു. 4ാം നിലയിലായിരുന്നു. നല്ല വ്യൂ ആയി, ഇങ്ങോട്ടുള്ള സിറ്റി വ്യൂ. അങ്ങോട്ടുള്ള വ്യൂ കൊള്ളത്തില്ല. അപ്പോൾ
എത്തിയപ്പോൾ വീണ്ടും നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ വീണ് കിടപ്പുണ്ട്. നമ്മൾ മുമ്പിൽ എത്തുമ്പോൾ അല്ലെ 2 വണ്ടി പുറകെ നമ്മൾ എത്തുമ്പോൾ ആ സിഗ്നൽ ഗ്രീൻ മാറി റെഡ് ആവുന്ന പതിവ് കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ തുണച്ചേക്കാം. ഇതാണ് മെഡിക്കൽ സെന്റർ, സോറി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. നമ്മൾ എപ്പോഴും പറയും, പക്ഷെ കാണിക്കാൻ നമ്മൾ എപ്പോഴും വിട്ടുപോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ MG റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഗായ്സ്. ഓക്കേ, good to be back in our own domain, MG road. എടോ, നമുക്കിന്ന് മലബാറിൽ പോയല്ലോ. മലബാർ ഗോൾഡ് അല്ല, മലബാർ ബാർ. മലബാറിന്റെ പേര് ഞാൻ പറഞ്ഞു, മലബാർ ഹൗസോ അങ്ങനെ കണ്ടായിരുന്നു ബാറിന്റെ പേര്. മലബാർ ഹൗസ് ഒരു സാധനത്തിന്റെ പേര്. അതെ, അത് ശരിയാ. മലബാർ ശരിയാ, നമ്മൾ എടുത്തൊരു സാധനം തന്നെയാണ്. അപ്പൊ അതല്ല, മലബാർ എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. നമ്മൾ കാണിച്ചു തരാൻ കണ്ട ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ സൈഡിൽ കൂടെയാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇവിടെ കാണിച്ചു തരാൻ വരുമ്പോ മലബാർ ഗോൾഡ് അല്ല, എന്ത് കിണ്ടിയെങ്കിലും ആട്ടല്ലേ. എന്തായാലും ബാറാണല്ലോ, പേരൊക്കെ ഒരു പ്രഹസനമാണ്. ജസ്റ്റ് യെസ്, നമ്മൾ ഓറഞ്ചിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഹോട്ടൽ ഗ്രാൻഡ് ഇവിടെ കണ്ടല്ലായിരുന്നു, അത് കഴിഞ്ഞു പോയല്ലേ. അതാണ് മലബാർ, കഴിഞ്ഞു പോയി. സാറിൽ പച്ചക്കൊടിയാണ് മോനെ, എത്തമ്പ ചുവപ്പ് കൊടി ആവും മിക്കവാറും. ഇപ്പൊ കേറ്റി വെക്ക് മക്കളെ, എന്ത് പണി കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? അപ്പുറത്തുനിന്ന് തിരിഞ്ഞു പോകാനുള്ള പോലെ. അടുത്ത പണി കിട്ടി. ടേണുള്ള സ്ഥലം വരാം, കാര്യമില്ല, ഭാഗ്യം. നമ്മളെ ഫ്രണ്ടിൽ എവിടെ സിഗ്നൽ ഇല്ലാത്ത ടേണ വണ്ടിയുണ്ട്. എന്തുവായിരുന്നു? BMW ഡബിൾ ടു ഫാൻസി നമ്പർ മേടിച്ച് അടങ്ങിക്കുക. പോണ്ടിച്ചേരി സിനിമയുടെ തന്നെ ആരുണ്ടോ? ആയിരിക്കും, മമ്മൂട്ടിയാണ്. ആർക്കറിയാം, ഈ നമ്പർ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്ക്വയർ എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ല, സെൻട്രൽ സ്ക്വയർ എത്തി അല്ലെ. അത്രേ ഉള്ളു. സെൻട്രൽ സ്ക്വയർ മാൾ നമ്മുടെ അവിടെ ഉണ്ട്, റിലയൻസ് മാൾ. എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല അല്ലെ. ഒരു സാധനം ഇല്ല അതിനകത്ത്. അല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറെ നിലകളുണ്ട്, ആ നിലകളൊക്കെ വെറുതെ വേക്കന്റ് ആണ്. അപ്പൊ പ്ലാസ സിനിമാക്കാരാവാൻ സാധ്യതയുണ്ടല്ലോ. പോണ്ടിച്ചേരി കണ്ടതുകൊണ്ടാണോ സംശയം വന്നത്? അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവനെ നോക്കി അവന്റെ വണ്ടി കിട്ടാൻ അവസാനം ഇടി കൊടുക്കണ്ട, വെറുതെ എന്തിനാ അല്ലേ. അതെ, അവന് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ലെഫ്റ്റ് പിടിച്ച് പോകാം അല്ലേ. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യാൻ എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ പറയല്ലോ 2-3 എണ്ണം നമ്മൾ ചൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാം ഓക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ റൂമിലൊക്കെ ഒന്ന് കയറി ചെക്കിനൊക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്.
ഐസ്ലൻഡ് തൊട്ടടുത്താണ്. അവിടെയൊക്കെ പോയി ഒരു ബീറൊക്കെ മേടിച്ച് നൈസായിട്ട് ചില്ല് ചെയ്യാം. പുള്ളി അതേ പറയുന്നുള്ളൂ. പക്ഷെ പുള്ളി പറയാത്തതായിട്ടുള്ള നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ഹോട്ടലാണ്, നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഹോട്ടലാണ്. പേര് ഞാൻ കാണിച്ചു. പിന്നെ ഇവർക്ക് 2 ബാറുണ്ട്. അതായത് അങ്ങോട്ട് നോക്കുക, അത് അവരുടെ പ്രീമിയം ഡീലക്സ് ബാറാണ്. പിന്നെ ഇതിന് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് ബാർ കൂടെ ഉണ്ട് അല്ലേ? അണ്ടർഗ്രൗണ്ട് അതിന്റെ പേര് വല്ലതും ഉണ്ടോ? കുഴിബാർ എന്ന് പറയും. കുഴിബാർ. ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയപ്പെടുന്ന കുഴിബാർ. കുഴിബാർ. അതെ, നമ്മുടെ അവിടെ ബാറുകളുണ്ട്, കുപ്പി എന്നൊക്കെ പറഞ്ഞുള്ള ബാറുകൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അവരവരുടെ ആയിട്ടുള്ള ഇഷ്ടപ്രകാരമുണ്ട്. പക്ഷെ അതൊക്കെ ട്രെൻഡാണ് ഇവിടെ ഏറ്റവും അറിയപ്പെടുന്നത് അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്? അതെ. അപ്പൊ 2 ബാറ്, തൊട്ടപ്പുറത്ത് 2 ബിവറേജ്, ട്വിൻസ് ആണ്, സയാമിസ് ഇരട്ടകളാണ്. ഞാൻ കാണിച്ചത് നമ്മൾ അവിടെ പോയാണ് സാധനങ്ങൾ മേടിക്കുന്നതെന്ന്. അപ്പോൾ ട്വിൻസ്, സയാമിസ് ഇരട്ടെ പോലെ 2 ബിവറേജുകൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയ നമ്മുടെ വെലോസിറ്റി. ഇതെല്ലാം ഈ ചുറ്റളവിലുള്ള ഈ സെയിം റേഡിയസിലാണ് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹോട്ടൽ സീ പേൾ. എടവന് വരുന്നത് എടശ്ശേരീസ് അല്ലേ? എടശ്ശേരീസ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ലഗേജ് എല്ലാം നമ്മുടെ റൂംസിലേക്ക് അൺലോഡ് ചെയ്യേണ്ട സമയം എത്തി കഴിഞ്ഞു. കാരണം ബിവറേജ് 9 മണി. എത്രയാണ് ബിവറേജ്? 9 മണി. അല്ല, പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിയത്തേ ഉള്ളൂ. പുള്ളി മദ്യപിക്കാറില്ല. അതാണ് നമ്മളും ചാനലിൽ പറഞ്ഞത്, മദ്യപാനം എപ്പോഴും ആരോഗ്യത്തിന് ഹാനികരം. അതെ. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും വണ്ടി ഓടിക്കുന്നതല്ലേ? അതെ, പിന്നെ നല്ലതല്ല. അതുകൊണ്ട് മാത്രമല്ല, മദ്യപിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ബോധവത്കരണമാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലഗേജ് പാക്ക് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ റൂംസ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു. എംഡിക്ക് ലിഫ്റ്റ് ഉണ്ടോ? എവിടെയാണ്? ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ലിഫ്റ്റ് നമുക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അല്ലെ? ഇങ്ങോട്ട് ഇപ്പൊ പ്രശ്നമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലിഫ്റ്റ് പ്രധാനമാണ്, കമ്പൽസറി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ കാണാൻ പോ, കാണാം. അപ്പോ നിങ്ങളുടെ എന്റെ ഇന്ന് കിട്ടിയ 301 ആൻഡ് ഓഫ് കോഴ്സ് ഫോർ മിസ്റ്റർ ഡ്രങ്കൻ 303 ആണ്. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വളരെ റെയർ ആയിട്ട് ഒരേ ഫ്ലോറിൽ തന്നെ റൂംസ് കിട്ടി എന്നുള്ളതാണ്. നോർമലി നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതെന്താണെന്ന് അറിയത്തില്ല. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യത്തിൽ അല്ലേടോ? അപ്പോൾ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇന്ന് ഒരേ ഫ്ലോറിലുള്ള നല്ലൊരു സ്യൂട്ട്, നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേടോ? ഇന്ന് ഈ റൂം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് ഗായ്സ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫുൾ സെറ്റ് ആണ് ഈ സെന്റർ ആയിട്ടുള്ള സ്ഥലത്ത്. ബിവറേജിന് ബിവറേജ്, ബാറിന് ബാറ്, 1 അല്ല 3 ബാറാണ് ഈ ഒറ്റ ലൊക്കാലിറ്റിയിൽ. നമ്മുടെ വെലോസിറ്റി, പിന്നെ ഇവരുടെ തന്നെ 2 ബാറ്, പിന്നെ അപ്പുറത്ത് 2 ബിവറേജ്. ഇത്രയൊക്കെ പോരെ ഞങ്ങളെ പോലുള്ളവർക്ക് അല്ലേ? മദ്യം കൊണ്ട് ആറാടും എന്നൊക്കെ പറയുന്നത് ഇന്നുണ്ടാകും അല്ലേടോ? അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചി ട്രിപ്പിൽ കാണുന്ന പോലെ അല്ല. നമ്മൾ ഇന്ന് കൺസ്യൂമർ ഫെഡിൽ പോകുന്നില്ല. കാരണം തൊട്ടപ്പുറത്ത് 2 ബിവറേജ് കിടക്കുമ്പോ പിന്നെ എന്തിനാണോ കൺസ്യൂമർ ഫെഡ് അവിടം വരെ പോകുന്നത് അല്ലേടോ? 3 അതാണ് ഓപ്പൺ ആയത്. ഓ, അത് ശരി. ഇവിടെ കൂടെ എൻട്രി ആൻഡ് ഇവിടെ കൂടെ എക്സിറ്റ്. താഴത്തേക്ക് ഇല്ലല്ലോ. Okay, so we are here guys. Tande 303 and mine is 301. Yeah, this is my room guys. 301 and totta elvakathu nammade dragon 303 il alle? Yes. So let's do this. Allodo card kaanicha madi. Okay, here we go. ഓ, നമ്മുടെ ഐഡി എവിടെ ഇരിക്കും അല്ലേ? അല്ല, റൂമെല്ലാം ഓക്കെ അല്ലേന്ന് ചോദിച്ചാ. നമ്മുടെ ഐഡി എവിടെ ഇരിക്കും കേട്ടോ. ഐഡി മേടിക്കാൻ മറന്നു പോരുതേ. ഇപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരാം അല്ലേ? റൂമിൽ കയറിയിട്ട് മേടിച്ചോണ്ട് വരാം. അയ്യോ, കാർഡകത്തായി തുറന്നിട്ടേ കൂട്ടിപ്പോയാ എനിക്ക് ഈ വേണ്ടി വരും.
ഇത് വെച്ച് ഓണാകത്തുമില്ല. No. നന്നായി. നിന്റെ റൂമിൽ നിന്ന് വിളിച്ചു. അപ്പോൾ എന്നിരുന്നാലും ഒരു പയറ്റ് പറ്റി. കീലെസ് എൻട്രി ആയിരുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്കായി പോകും. അതുകൊണ്ട് കാർഡ് എടുക്കാതെ നമ്മുടെ ഡ്രാഗനും മദ്യപാനിയും അറിയാതെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ലോക്കായി പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് നമ്മുടെ ബ്രോ അടുത്തുണ്ട്. നമുക്ക് എന്തായാലും അവിടെ കയറിയിട്ടൊന്ന് ഇൻഫോം ചെയ്തിട്ട് വരാം. സോ ലെറ്റ്സ് എൻറ്റർ ടു മദ്യപാനീസ് റൂം. Yeah, welcome guys. You're all welcome to Madhyapani's underworld. Madhya Logam is here. പൊളിയല്ലേ? This is my room actually. It's actually spacious and very very neat and tidy and exceptionally comfortable actually. I love this room. കാരണം ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു സെന്ററിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന്റെ ഒരുപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു റൂമും കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സൂപ്പർ. ആൻഡ് ഇനി ഒറ്റ കാര്യമുള്ളൂ, നല്ല ബിവറേജിൽ പോയി നല്ല രണ്ട് സാധനം തല്ലി നല്ലൊരു സാധനവും മേടിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് കിടക്കാൻ പറ്റിയാൽ ടോട്ടൽ വിൻ ആയിരിക്കും ഞങ്ങൾക്ക്, അല്ലേ മിസ്റ്റർ ഡ്രാഗൻ? സോ നമുക്ക് നമ്മുടെ ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഇതാ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ, സോറി ലൈറ്റ് ആണെന്നാണ് കരുതി, ലൈറ്റ് ആണല്ലോ. അതും പൊളി, ഒരേ പൊളി, എല്ലാം പൊളി. കമോൺ. ഇവിടെ പക്ഷേ ഈ ലൈറ്റ്സ് മാത്രമേ അല്ലടോ, ഇനിയുണ്ടല്ലോ ലൈറ്റ്സ്. ഓക്കെ, ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ സ്വിച്ച്. എല്ലാം പൊളിച്ച് കേട്ടോ, ഇവിടെ പൊളിച്ച് മോനെ. ഇനി നമ്മുടെ ബാൽക്കണി ആണോ? അല്ല, ബാൽക്കണി പോലെയുള്ള ബാറിലേക്ക് നോക്കാൻ പറ്റിയ ഒരു വിൻഡോയും കൂടെ ഇവിടെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. അല്ല അങ്ങനല്ലല്ലോ, അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ. വേണ്ട, ഇനി ഇത് വീണ്ടും താഴെ വല്ലതും തലയ്ക്ക് വീണെങ്കിൽ കൊലപാതക കുറ്റത്തിന് MD അറസ്റ്റിലാവും. വേണ്ട. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാല് നമ്മുടെ വെലോസിറ്റി നമുക്ക് കാണാം, അല്ലേ? കണ്ടാ, ഇവിടെ നിന്ന് നോക്കിയാൽ വെലോസിറ്റി നമുക്ക് കാണാം. ഈ കാണുന്നതാണ് വെലോസിറ്റി. കണ്ടാ, വെലോസിറ്റിയുടെ റെഡ് ബോർഡ് കണ്ടോ നിങ്ങൾ? അപ്പോൾ എന്നിരുന്നാലും സ്വർഗം, ദിസ് ഈസ് ദി മധ്യ ലോകം. ഉറപ്പ് ഞാൻ പറയാണ്, നെക്സ്റ്റ് കൊച്ചിയിലും ഞാൻ ഇവിടെ തന്നെ വരത്തുള്ളൂ. കാരണം ചീപ്പാണ്, ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ടച്ചിങ്സ് കട താഴത്തുണ്ട്, ബാറിന് ബാറ്, ബിവറേജിന് ബിവറേജ്, വേറെ ഒന്നും വേണ്ട. ഫുഡ് റെസ്റ്റോറന്റ് വരെ താഴത്തുണ്ട്. ഇവിടെ എന്താണ് സംഭവം? വല്ല സീക്രട്ട് ഡോറാണോ? കബോർഡായിരിക്കും അല്ലേ? എന്റെ അമ്മച്ചിയെ, ഇതെന്തോടോ അല്ലേ? സേഫ് ലോക്കർ വരെ ഉണ്ടോ? ലോക്കർ വരെ ഉണ്ട് അതിനകത്ത്. എന്താല്ലേ ഇത്? ഇന്നതുപോലെ ബോംബ് പോലും ആണോ? എന്തായാലും പൊളി. ലക്ഷറി എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് അല്ലേടോ? സൂപ്പർ. എനിക്കൊരു ഇഷ്ടപ്പെട്ടു. സൂപ്പർ ക്വാളിറ്റി ലക്ഷറി. ഐ റിയലി ലവ് ഇറ്റ്. അപ്പോൾ ഡ്രാഗൻജി, താഴെ പോയി കീ മേടിച്ചോണ്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ റൂമിനെ കുറിച്ച് ഒരുപാട് വിവരണം തന്നു, ഒരുപാട് പൊക്കി പറയുന്നതല്ല. കാരണം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നത് എന്തോ എല്ലാം നമ്മൾ ഒരുപാട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് അക്സെപ്റ്റബിൾ ആണ്, കംഫർട്ടബിൾ ആണ്, ലക്ഷറി ആണ്, അങ്ങനെ എന്തും പറയാം ഒരു പക്ഷേ. ഇനി ഒരു കാര്യം കൂടെ മാത്രം മതി, ഇവരുടെ വാഷ്റൂം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ് ആക്ച്വലി. എല്ലാം സ്ലൈഡ് ആണ്, നല്ല വെസ്റ്റ്. വാവ്, പെർഫെക്റ്റ്. കണ്ടോ ഗൈസ്, ദ വേർഡ് ലക്ഷറി ഈസ് ദിസ് ആക്ച്വലി. കാരണം നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും സൂപ്പർ ആണ്, എല്ലാം ഉണ്ട്. ഒരു കർട്ടൻ മാത്രമേ കുറവുള്ളൂ ഇവിടെ, ബാത്ത് ചെയ്യാനായിട്ട്, കുളിക്കാനായിട്ട് എല്ലാം ഇടുവാണ്. പിന്നെ ഒരു എമർജൻസി സ്വിച്ച് കൂടി ഇവർ വെച്ചിട്ടുണ്ട്, ഇൻ കേസ് ബാത്റൂമിൽ എങ്ങനെ കുടുങ്ങി പോയാലും രക്ഷപ്പെടാൻ വേണ്ടിട്ട്, ക്ലോസറ്റിനകത്ത് എങ്ങനെ വിട്ടുപോയാലേ. എനിഹൗ ദിസ് ഈസ് പ്യൂർ ലക്ഷറി ആക്ച്വലി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു ഓയോ റൂമിൽ നിന്ന്. ബട്ട് ദീസ് ഗൈസ് ആർ വണ്ടർഫുൾ ആക്ച്വലി. ഹാറ്റ്സ് ഓഫ് ടു യു മാൻ, ഹാറ്റ്സ് ഓഫ് ടു യു ഓൾ. അപ്പോൾ ഇത്രയും മതി. ഇതിലുണ്ട് നമ്മുടെ എല്ലാ വിവരണങ്ങളും, എല്ലാം. ഐ മീൻ A to Z ഇതിനകത്തുണ്ട്. So that's it guys, and that completes this good review of this OYO room. ഏത് റൂമാണ്, കാര്യങ്ങൾ, ലൊക്കേഷൻ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഒരു പക്ഷേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കാം. അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എടശ്ശേരി പേൾസിയോ സംതിങ് ലൈക്ക് ദാറ്റ്, സീപേൾ ഹോട്ടൽ, സൂപ്പർ. ഓവറോൾ മൈ റേറ്റിംഗ് വിൽ ബി 9.5 out of
10 ആക്ച്വലി. നമ്മൾ വലിയ വലിയ ഗ്രാൻഡ് ഹയാത്തോ അതൊന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റൂം റെന്റ് ഇവിടെ കൂടെ ഉള്ളൂ. പക്ഷെ അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഓരോന്നിലും ഓരോ റേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ താരിഫ് സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷെ വളരെയധികം ചീപ്പാണ്, നിങ്ങൾ ഓർക്കണം. സൂപ്പർ ക്വാളിറ്റി, സൂപ്പർ സോഷ്യൽ ബിഹേവിയർ ആൻഡ് സൂപ്പർ അറ്റൻഡിങ് ബിഹേവിയർ ഓഫ് ദ റിസപ്ഷനിസ്റ്റ്. കാരണം വളരെ സോഷ്യലാണ്, ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ഇൻഫർമേഷൻ തരും. നമുക്ക് ടൂർ ആണെങ്കിൽ ടൂർ ഗൈഡ് പോലെയുള്ള എല്ലാ ഓപ്ഷൻസും അവരുടെ ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടാന്ന് നമ്മൾ പറയും, നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് എന്താണെന്ന് നമുക്കറിയാം. പുള്ളിക്കാരോട് പറഞ്ഞ പുള്ളിക്കാരന് മനസ്സിലായി അതിന്റെ ആവശ്യമുള്ളതല്ല. അപ്പൊ എന്നിരുന്നാലും സൂപ്പർ ഹോട്ടൽ, ഐ റിയലി ലവ് ഇറ്റ്. ആൻഡ് ഇനി നമ്മുടെ പരിപാടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളൊരു 5 minutes റെസ്റ്റ് എടുക്കട്ടെ. അതിനുശേഷം MD and Drunken will be going out to buy the liquor. ഇനി നമ്മുടെ മദ്യത്തിന്റെ ലോകത്തേക്ക് നമ്മൾ കടക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ സ്മാർട്ട് ലോക്ക് ആണ് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കീലെസ് ആണ്. പിന്നെ അതിന്റെ ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്, കണ്ടില്ലേ? ഒരുപാട് ലോക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുകൂടി എടുത്തു പറയാം, കാരണം ഹൈലി സെക്യൂർ ആണ് ഇവിടുത്തെ റൂംസ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബേസ്മെന്റ് ആണോ പറഞ്ഞത്? ഓക്കെ ഗായ്സ്, നമ്മൾ മൂവിലാണ്. നമുക്ക് ഈ നമ്മുടെ കാര്യം സമയം കളയാനൊട്ടും അല്ലേ, 8:30 കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞെങ്കിൽ, എന്താ ഈ കാണുന്ന ഇവരുടെ എക്സിക്യൂട്ടീവ് ബാറാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഇവരുടെ, അപ്പോൾ ഈ കാണുന്നതാണ് കുഴി ബാർ. അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ കൂടിയാണ്, അകത്തോട്ട് കയറണം. അപ്പോൾ ഇതാണ് അതിന്റെ എൻട്രൻസ് ആക്ച്വലി. അകത്തോട്ടും നമ്മൾ കയറുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇരട്ടപെറ്റ ബിവറേജ് എന്നുള്ള അറിയപ്പെടുന്ന ഇവിടുത്തെ ബിവറേജിലേക്ക് നമുക്ക് പോവാം. ഇവിടുന്ന് നല്ല ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാം. നമ്മുടെ വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലേറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടലിന്റെ മുമ്പിലോട്ട് ഇടാം. സോ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് നൈറ്റ് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ അല്ലേ? പൊളിച്ച് ഓപ്പോടെ ഷോറൂമാണ് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞു സയാമി സിരട്ടകളെ പോലുള്ള ബിവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൺസ്യൂമർ ഫെഡായി വിപുലീകരിച്ചിട്ടുണ്ട് ആക്ച്വലി. ഇതിൻ്റെ എൻട്രൻസ് എവിടെ കൂടെ ആണെന്ന് ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളെന്തായാലും ശ്രമിക്കും അല്ലേ? പ്രീമിയം സെർവ് സർവീസ്. ഓക്കെ, അതാണ് പ്രീമിയം സെർവ് സർവീസ്. എവിടെയാണോ? ഇതിലാണോ? ഇതിലാണോ? ബാഗോ? നമ്മുടെ ജോളി ചേച്ചി ജോണോ? പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതേതാ അവിടെ സാധനം? ക്ലാസിക്. എന്ത് സാധനം അത്? പാരകളി. എന്താണ് സാധനം എന്ന് മനസ്സിലായാലും. എന്ത് സാധനമാണത്? വൈനേ? നോ, ഐ ഡോണ്ട് നോ. മേ ബി ഇറ്റ്സ് എ വൈൻ ആക്ച്വലി. ഇതേ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഗോൾഡൊക്കെ Macintosh. എന്താടോ എല്ലായിടത്തും ഒന്ന് തന്നെയുള്ളോ? ഗ്രീൻ ആപ്പിൾ നമ്മൾ എടുത്താണ്, പക്ഷെ കാലങ്ങൾക്ക് മുമ്പ് ഫ്രീസിന്റെ ചെറുതിലുണ്ടാവും നോക്കി. ബക്കാടി ഗോൾഡ് ഇല്ലല്ലേ? ബക്കാടി ഗൂവ ഇരിപ്പുണ്ട്. ഇത്രേ ഉള്ളൂ ആക്ച്വലി. ഗായ്സ്, ഇവിടെയും സംഗതി എല്ലാം പരിതാപകരമാണ്. വിച്ച് മീൻസ് ഇവിടെയും കളക്ഷൻസ് കുറവാണ്. പക്ഷേ നമുക്കപ്പോൾ
നമ്മൾ ട്രൈ ചെയ്യാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഫ്രീസിന്റെ വലിയ വേരിയൻസ് ആണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ആക്ച്വലി. അല്ലേടോ? കിങ് ലൂയിസ് ഉണ്ട്, അതെല്ലാം ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ട്രൈ ചെയ്യാത്തത് ഫ്രീസിന്റെ ഈ വേരിയൻസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാത്തത് ആക്ച്വലി. മിക്സഡ് ബെറി ഉണ്ട്, മിന്റ് ആണ്, മെന്തോൾ ആയിരിക്കും ഇത്. പിന്നെ ക്ലിഫ് ഹാങ്കേഴ്സിന്റെ എല്ലാ സീരീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അല്ല, ഞാൻ തീരുമാനിക്കുന്നത് ആക്ച്വലി അത് ഗോ വിത്ത് സ്പിരിറ്റ് ഓഫ് ഗ്രീൻ ആപ്പിൾ. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഓർക്കുന്നില്ല ആക്ച്വലി. ചെയ്തിട്ടുണ്ടാവണം. ഒന്നെങ്കിൽ ഇതിലോട്ട് പോകും, അല്ലെങ്കിൽ ബെക്കാഡി ഗുവ ഒന്ന് ട്രൈ ചെയ്യാൻ കൂടെ. അത് ലോങ് ബാക്ക് വി ഹാവ് ട്രൈഡ് ബെക്കാഡി ഗുവ ബാക്ക് ഇൻ ആലപ്പി ആക്ച്വലി. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നാണ് നമുക്കിപ്പോൾ ചോദിച്ചെടുക്കേണ്ടത്. ബെക്കാഡി രണ്ടും പൈൻ്റാണ് ആക്ച്വലി അല്ലേ? പൈൻറ്റിന് ഗ്രീൻ ആപ്പിളിന് 790 രൂപയാണ്. ബക്കാഡി ഗുവയ്ക്കാണെങ്കിൽ 770 രൂപ. രണ്ടും തമ്മിൽ 20 രൂപയുടെ വ്യത്യാസമുള്ളൂ. ഏത് വേണോളൂ? ഗ്രീൻ ആപ്പിൾ മതിയോ? ഗുവ എടുത്താലോ? വേണ്ടേ? ഗുവ നമ്മള് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഗുവയിലോട്ട് പോവാം. ഓക്കെ, ഒന്നുമില്ല. കമ്പനിക്കാരനെ മേടിച്ചു കഴിഞ്ഞു. ഇനി കമ്പനിക്കാരന്റെ അനുയായികളായ ടച്ചിങ്സിനെയും കൂടെ മേടിക്കേണ്ട സമയമാണ്. റോഡ് നോക്കി നടന്നില്ലെങ്കിൽ വല്ല വണ്ടിപ്പുറത്തിരുന്ന് പിന്നെയും ബെവറേജിൽ പോകേണ്ടി വരും നമുക്ക്. ഓക്കെ, കമാൺ. നമുക്കിത് ആ കാണുന്ന ബേക്കറിയിലാണ് ടച്ചിങ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം. റസ ബേക്കേഴ്സ്, വെരി ഗുഡ് ആക്ച്വലി. ഇത് ബേക്കറി അല്ല ആക്ച്വലി, റെസ്റ്റോറൻറ്റ് കം ബേക്കറി ആണെന്ന് തോന്നുന്നു. ഹായ് ബ്രോ. അത് മാത്രം മതിയോ? കപ്പലണ്ടി അത് വേണോ? ഇത് വേണോ? അത് 2 രൂപ. ഓക്കെ, എനിക്ക് വെള്ളം വേണം, സോഡയാണ്? ഏതാണ് വേണ്ടത്? വെള്ളം ബ്രോ. 1 ലിറ്ററിൻ്റെ ഒരു വെള്ളവും 1.5 ലിറ്ററിൻ്റെ സോഡയും. അല്ലെ 1 ലിറ്ററിൻ്റെ സോഡ തന്നെ ആയിക്കോട്ടെ. എത്രയാ ഉള്ളത് പിന്നെ? അരയുടെ 2 എടുക്കും. വേണ്ടാ? ഓക്കെ, എടുക്കണം. മതിയല്ലോ? ഗൈസ്, ഇന്ന് ആക്ച്വലി സന്തോഷത്തിന്റെ ദിനമാണ് ആക്ച്വലി, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ട്രങ്കന്റെ കാര്യം പിന്നെ പറയണ്ട, പുള്ളി ഫുൾ ടൈം ഫുള്ളി ഹാപ്പിയാണ് ആക്ച്വലി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഹാപ്പിനെസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇറ്റ്സ് ഒബ്വിയസ്ലി നമ്മുടെ റൂമിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത്. ഈ കാണുന്ന ഒന്നുമല്ല നമ്മുടെ റൂംസ്. നമ്മുടെ റൂംസ് ആ വഴി കൂടെ പോകുമ്പോഴാണ് നമ്മുടെ റൂം സിറ്റുവേറ്റ് ചെയ്യുന്നത്. കിറ്റില്ലേ? ക്യാഷ് തരാം. കിറ്റുണ്ടോ? പോയില്ല. എന്നാ വേണ്ട, കുഴപ്പമില്ല. ക്യാഷ് എങ്ങനെ? കിറ്റ് എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ കിറ്റ് ഫെസിലിറ്റി ഇല്ല. എല്ലാം മാനുവൽ ലേബറാണ്. ഓ സോറി.
അതെ, പബ്ലിക്കായിട്ട് ഇങ്ങനെ സോഡയും പിടിച്ചിട്ട് നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവന്മാർ വെള്ളവടിയാണ്. പാടും അപ്പുറത്ത് വണ്ടിയുണ്ട്. Okay, finally we have made it actually. രാത്രി നമുക്ക് ഇവിടെ തന്നെ ഫുഡ് അടിച്ചാലോ? കാരണം നമ്മുടെ വാതിക്കൽ ഒരു കട കിടക്കുമ്പോൾ നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. യെസ്, ഓക്കെ ബ്രോ. ലിഫ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ പാർക്കിംഗ് സ്ഥലം ഒന്ന് വിട്ട് വന്നേക്കല്ലേ? വേറൊരു വണ്ടിക്കാരൻ ഇട്ടേക്കാം അല്ലേ? ഓക്കെ, ഇവിടെ വന്നപ്പോഴേ nothing to bother anymore. The one and only thing that is balanced is to enter this Madhya Logam. അല്ലേ? താങ്കൾ തൽക്കാലം അവിടെ. So let's enter the world of MD and DK. അല്ല, കാർഡ് ഉണ്ടേ. Okay, we are on. ഇത് ഇങ്ങോട്ട് നീക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത് നമുക്ക് ബാർ ടേബിൾ ആക്കാം. ഇവിടെ തൽക്കാലം അവിടെ സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ? രംഗം വന്ന വരെ ടച്ചിങ്സ് കീറിപ്പറി തുടങ്ങിയേ.